ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു കന്യാസ്ത്രീയുടെ മനോഹരമായ ഒരു സാക്ഷ്യമാണ്. അമേസിങ് സ്റ്റോറി ഓഫ് എ സിസ്റ്റർ. ഞാൻ എൻ്റെ കാതുകൊണ്ടിരുന്ന് കേട്ടതാണ്. ഇവർ ഒരു യുവതിയായിരുന്ന സമയത്ത് സാമാന്യം നല്ല പഠിത്തവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ അവർ വിവാഹ ജീവിതത്തെക്കുറിച്ച് അവരിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ആ സമയത്ത് ദൈവത്തോട് ആലോചന ചെയ്തു. ദൈവത്തോട് അവർ ചോദിച്ച ഒരു ചോദ്യം, എൻ്റെ ജീവിത പങ്കാളിയാകാനുള്ള വ്യക്തിയുടെ പേരൊന്ന് വെളിപ്പെടുത്തി തരാമോ? അവരാവശ്യപ്പെട്ടു. എനിക്കറിയാം, ചിലർ കല്യാണത്തിന് മുമ്പ് 2, 3, 4, 5 വർഷം വരെയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വിവാഹ ആലോചനയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെയുള്ള ചില വ്യക്തികൾ അവരാരെങ്കിലും കണ്ടുമുട്ടിയിട്ട് അവരെ കിട്ടാൻ വേണ്ടിയുള്ള നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയൊന്നുമല്ല, ആരെയും കണ്ടുവച്ചിട്ടില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടണം, ആ വ്യക്തിയുമായിട്ട് എൻ്റെ വിവാഹം നടക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ. അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ടാകും. അവർക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരില്ല എന്നല്ല, രോഗമൊന്നും വരില്ല എന്നല്ല. ഇതെല്ലാം വന്നാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മീയ കരുത്തുണ്ടാകും. ജീവിത പങ്കാളിക്ക് കുറവുകളും ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുപരിയായിട്ട് അവരെ പങ്കാളിയായിട്ട് കണ്ട് സ്വീകരിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അതിനെല്ലാം വേണ്ടത് ദൈവകൃപയാണ്. ആ കൃപയുടെ നിറവ് വന്നിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ യുവതി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് എൻ്റെ ഭർത്താവ് ആരായിരിക്കും, ആ ഭർത്താവിൻ്റെ പേര് ദൈവം ഒന്ന് വെളിപ്പെടുത്തി തരാമോ? ഒരു സ്വരം കേൾക്കുകയാണ്, യെശയ്യാ 54:5. അപ്പോൾ ഇവർക്ക് തോന്നി, അവർക്ക് വചനമൊന്നും അറിയില്ലായിരുന്നു, അവർക്ക് തോന്നി ഈ യെശയ്യാ 54:5 വായിക്കുമ്പം അവിടെ ഒരു പേര് കാണും. അപ്പം അങ്ങനെ ഒരു പേരുകാരൻ വരുമ്പോൾ സ്വീകരിക്കാം, അവർ കല്യാണം ഉറപ്പിക്കാം. അത് അവരുടെ മനസ്സിൽ കൂടെ പോയത്. പക്ഷെ അവർ ബൈബിൾ തുറന്ന് ഇത് വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, വ്യത്യസ്തമായൊരു സന്ദേശമാണ് കർത്താവ് ഇപ്പോൾ അവർക്ക് നൽകുന്നത്. യെശയ്യാ 54:5 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. കർത്താവ് നിന്റെ ഭർത്താവായിരിക്കും, കർത്താവിനെ നിന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുക. അവർ സമർപ്പണ ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ഒരു കന്യാസ്ത്രീയായി ഇന്ന് സുവിശേഷ വേലയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി. ഭർത്താവിൻ്റെ പേര് ചോദിച്ചതാ, കർത്താവ് അവർക്ക് ഭർത്താവായി മാറി. ഇതുപോലെ ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു 3 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ കന്യാസ്ത്രീയെ പോലെ ദൈവസ്വരം കേട്ട് ആ ദൈവസ്വരത്തിനനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്കോ സമർപ്പണ ജീവിതത്തിലേക്കോ ഒക്കെ പ്രവേശിച്ചാൽ അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ടാകും. എനിക്കറിയാം, ഒരു വൈദികൻ സാധാരണ ധ്യാനങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകുകയല്ല. കാരണം പല ധ്യാന കേന്ദ്രങ്ങളിൽ ചിലപ്പം സ്റ്റെപ്പ് കയറണം, പുള്ളിക്ക് മുട്ടിന് പ്രശ്നം. ഏതായാലും വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ധ്യാനത്തിന് പോകാൻ റെഡിയായി. ഒരു ടോക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ പുള്ളി കേൾക്കുക, പുള്ളിയുടെ ബൈബിളും ഇല്ല, ഒന്നുമില്ല. പുള്ളി ഒരു സ്വരം കേൾക്കുകയാണ്, ഹെബ്രായർ 12:12. എന്താണെന്ന് മനസ്സിലായില്ല. കാര്യം വൈദികനാണെങ്കിലും അതെന്താണ് അത് സൂചിപ്പിക്കുന്ന അറിയത്തില്ല. കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നുകൊണ്ട് ഈ ടോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബൈബിൾ എടുത്ത് അത് വായിച്ചു. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കും, ബലപ്പെടട്ടെ. ശരിക്കും ഇപ്പോൾ പല ധ്യാനത്തിനും പോകാതിരുന്നത് ഈ കൈകാൽ മുട്ടിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന് ആ ധ്യാനത്തിൽ സൗഖ്യമുണ്ടായി. ഞാനീ ശേഷം ഒരുപാട് സുവിശേഷ വേലകളൊക്കെ ചെയ്ത് എവിടെയെല്ലാം ഇടവകയിൽ പോയിരുന്നിട്ടുണ്ടോ ആ ഇടവകയുടെയൊക്കെ ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയാണ് ഈ പ്രീസ്റ്റ്. കാരണം എന്താ? വ്യക്തിപരമായ അനുഭവം. വൈദികർക്കും കന്യാസ്ത്രീമാർക്കും ഒക്കെ ഇതുപോലത്തെ ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായെങ്കിൽ എന്തുമാത്രം അവർക്ക് ഈ സമൂഹത്തിന് നൽകാൻ പറ്റിയേനെ, എത്രമാത്രം നേട്ടം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രാധാന്യമുള്ള 3 കാര്യങ്ങൾ. 1, എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ വേണം ചെയ്യാൻ. അത് നമ്മൾ കാണുന്നുണ്ട്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ വചനം, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. ആണെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനം ദൈവത്തിൻ്റെയും കൂടെ തീരുമാനമായിരിക്കും. നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനം ദൈവത്തിൻ്റെയും കൂടെ പ്രസ്ഥാനമായിരിക്കും. അത് വിജയം കാണണം എന്നുള്ളത് കർത്താവ് ഉറപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ സംരംഭങ്ങൾ വിജയം വരിക്കുക. സങ്കീർത്തനം 10:4-ാമത്തെ വചനം എടുത്താൽ, ദൈവമില്ല എന്നുള്ള വിചാരം, ദൈവമക്കൾ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്യേണ്ടതാണ്. ഇവിടെ വചനം പറയാണ്, സങ്കീർത്തനം 10:4, ദൈവമില്ല എന്ന വിചാരം അഹങ്കാരത്തള്ളലാണ്. അഹങ്കാരികളാണ് ദൈവവുമായിട്ട് ആലോചന ചെയ്യാതെ
ദൈവവിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യാതെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. സങ്കീർത്തനം 115 12-ാമത്തെ വചനം എടുത്താലോ, ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. എന്നിട്ട് നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് വിചാരമില്ലെങ്കിലോ? ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മെ സംരക്ഷിക്കുവാനും നമ്മളെ വഴി നടത്താനും ഒക്കെ ദൈവം സന്നദ്ധനാണ്. അതിന് ഈ ദൈവവിചാരം നമുക്ക് കൂടി ഉണ്ടായാൽ മതി. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാ കാര്യങ്ങളും ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ചെയ്യണം. നമുക്കറിയില്ല നമ്മൾ വിചാരിക്കുന്നതൊക്കെ ശരിയാണോന്ന്. സുഭാഷിതങ്ങൾ 14:12 ശരിയെന്ന് നീ വിചാരിക്കുന്നവ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കാം. അത് സംഭവിക്കാതിരിക്കാൻ, അധാരണമായ ഒരു അന്ത്യം വരാതിരിക്കാനായിട്ട് നമ്മൾ ദൈവവുമായിട്ട് ആലോചന ചെയ്യണം. പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവവുമായിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രമേ നമ്മൾ ഒരു കാര്യം ചെയ്യാവുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട്, ഇന്ന രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ പ്രകടമാകുമ്പോൾ സ്വയമായിട്ട് നിങ്ങൾ ചികിത്സിക്കരുത്, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ദൈവവുമായിട്ട് കൺസൾട്ട് ചെയ്ത് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 6 മുതൽ 10 വരെ വായിച്ചാൽ പൗലോസ് ദൈവവുമായിട്ട് കൺസൾട്ട് ചെയ്തല്ലാതെ ഒരു ശുശ്രൂഷയ്ക്കും പോയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പോകണ്ടെന്ന് പറഞ്ഞോ? പോയില്ല. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ പോയി ചെയ്യുന്നത് കാണാൻ പറ്റും. അതിന് ദൈവവുമായിട്ട് ആലോചന ചെയ്ത് ദൈവവുമായിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം. നീ എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്താൽ അത് വിജയം കാണും. ദൈവത്തിൻ്റെ സപ്പോർട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. 1 കൊരിന്തോസ് 10-ാം അധ്യായം 31-ാമത്തെ വചനം എടുത്താൽ 1 കൊരിന്തോസ് 10:31 നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്ത് ചെയ്താലും എന്തു ആയിക്കോട്ടെ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. ഇതാണ് ദൈവമക്കളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അത് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. ഈ ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.